അല്ല, അതിന്റെ നേരല്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ന്യൂസ് 18 ഒരു ചെറിയ കുഴപ്പം കുറേ ആയിട്ട് തുടങ്ങിയല്ലോ. ഇവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും താങ്കൾ രാഷ്ട്രീയമാണല്ലോ ചോദിക്കുന്നത്. ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരന്തത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഒരു കാര്യം, നമുക്ക് രാഷ്ട്രീയം പറയാൻ വേറെ സ്ഥലത്തേക്ക് പോവാം. ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വന്നതല്ല. ഇവിടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അത് പറയേണ്ട ഒരു വീടല്ല ഇത്. മനസ്സിലായില്ലേ? രാഷ്ട്രീയം നമുക്ക് ഇഷ്ടം പോലെ പറയാൻ സ്ഥലമുണ്ട്. അത് നമുക്ക് ആ സമയത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. ഇവിടെ വന്ന വിഷയം ഇതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ചുരുക്കാം. ഇത്രയേ ഉള്ളൂ. ശാബ്ദങ്ങളുടെ സമയത്ത് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ട് സാധിക്കലി തങ്ങൾ അതിന് ശേഷം അതേക്ക് വരാം. പിന്നെ എന്താണ് ചർച്ച? വളരെ ചുരുങ്ങിയ ചർച്ചയല്ലേ. മലയോര മേഖലയിലെ വിഷയം ഏറ്റെടുക്കുക. തങ്ങളത് പഠിച്ചിരിക്കുകയാണ്, ആ പാർട്ടി അത് പഠിച്ചിരിക്കുന്നു. ഞങ്ങളതിന് പിന്തുണ നൽകും, ഞങ്ങളത് ഏറ്റെടുക്കും. മലയോര ജനതയുടെ എന്താ പറയുക, ഈ പ്രതിസന്ധികളിലും അവരുടെ കഷ്ടപ്പാടിലും ആ ജനതയെ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു എന്നാണ് ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞത്. അത് തന്നെയല്ലേ പിന്തുണ. ലീഗ് നേതൃത്വം ഇത് ഏറ്റെടുക്കുമ്പോൾ തൃശ്ശൂർ തൊട്ട് കാസർഗോഡ് വരെയുള്ള ഈ പറയുന്ന 5-8 ജില്ലകളിലെ മലയോര പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. കാരണം അവരുടെ പാർട്ടിക്ക് അത്രയും ശക്തമായ വേരോട്ടമുള്ള ജില്ലകളാണ്. ആ പാർട്ടി ഈ വിഷയം ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്ന ഗവൺമെന്റിന് അത് പരിഗണിക്കേണ്ടി വരും. അതിലൊരു തർക്കമില്ല. അതിവിടെ നമുക്ക് പിന്നെ പറയാം. തീർച്ചയായിട്ടും UDF നേതൃത്വം എന്ന നിലക്കല്ല, പാണക്കാട് തങ്ങൾ എന്ന നിലക്കാണ് ഇപ്പൊ ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പൊ ഈ മലയോര മേഖലയിലെ 1,30,00,000 ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയം പാണക്കാട് തറവാട് എന്ന് പറയുന്നത് എല്ലാവരുടെയും അത്താണിയാണ്. സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും മനുഷ്യർ പ്രയാസം അനുഭവിക്കുമ്പം, ഒറ്റപ്പെടുമ്പോൾ ഒരു ജനതയുടെ സമൂഹത്തിൻ്റെ മൊത്തം സഹായത്തിനായി കക്ഷി രാഷ്ട്രീയ ജാതി മതവ്യത്യാസമില്ലാതെ തളരുന്നവരെ സഹായിക്കുന്നവരാണ്. ആ നിലക്ക് പാണക്കാട് തങ്ങളെ വ്യക്തിപരമായി കണ്ട് ഈ മലയോര ജനതയുടെ അവരുടെ ഇന്നത്തെ അവസ്ഥക്ക് പാണക്കാട് തറവാടിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത്. പൂർണ്ണമായിട്ടും അതിനെ സഹായിക്കാൻ ഈ പറയുന്ന മലയോര മേഖലയുടെ ജനങ്ങളുടെ ഈ വിഷയങ്ങൾ അതിനുള്ള ധാർമ്മികമായ പിന്തുണയും സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഉദ്ദേശിച്ചാണ് വന്നത്. ആ ജനതയുടെ വികാരത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞത്. UDF-മായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാൻ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ മലയോര വിഷയങ്ങൾ, വന്യമൃഗശല്യം, ഇപ്പോൾ നിയമസഭയിൽ വരാൻ പോകുന്ന ഈ നിയമ ഭേദഗതി, ആ ഭേദഗതിയെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. അതിന് UDF-ലെ പ്രധാന ഘടകകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് ആ നേതൃത്വം ആ ബില്ലിനെ എതിർക്കാനുള്ള നിലപാട് സ്വീകരിക്കണം. ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ല, താങ്കൾ UDF-ലേക്ക് പോകാൻ ശ്രമിക്കില്ല, UDF-ന്റെ പ്രവർത്തകനായി തുടരും എന്നൊക്കെ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നല്ലോ. സ്വാഭാവികമായി അത്ര ഘട്ടത്തിൽ ആ നീക്കത്തിലേക്ക് അതിലൊന്നും ഒരു മാറ്റമില്ല. സ്വാഭാവികമായിട്ട് ഈ നാടിന് നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും അത് പിന്തുണക്കില്ലോ. അത് UDF നേതൃത്വം ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇനിയിപ്പോ കോൺഗ്രസിന്റെ ലീഡേഴ്സിനെ കാണുന്നുണ്ട്, മറ്റു ഘടകകക്ഷികളെ കാണുന്നുണ്ട്, പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ട്, തിരുമേനിമാരെ കാണുന്നുണ്ട്, കർഷക സംഘടനാ നേതാക്കളെ കാണുന്നുണ്ട്. ഇതിലൊരു കോർഡിനേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കുക, പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക, ഈ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ. അതാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. UDF-ൽ ഞങ്ങൾ പ്രവേശിക്കണോ വേണ്ടേ എന്നതൊക്കെ UDF നേതൃത്വം ആലോചിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിരിക്കും അത് ചർച്ച ചെയ്യട്ടെ. ഞാനിപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, നിലനിൽക്കുന്ന മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വരാനിരിക്കുന്ന ബില്ലിന്റെ എന്താ പറയുക, അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ദുരന്തം, ഈ 3 കാര്യങ്ങളാണ് സംസാരിച്ചത്. പ്രതിപക്ഷ നേതാവിനെ അതുപോലെ KC വേണുഗോപാലിനെയൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരും കാണും. ഈ ആഴ്ച എല്ലാവരും കാണും. എല്ലാ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയും അതുപോലെ തന്നെ മതസാമുദായിക നേതാക്കളെ എല്ലാവരെയും കാണുന്നുണ്ട്. കാരണം ഈ വിഷയത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണം. ഈ വിഷയം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഗവൺമെൻറ്റാണ്. അപ്പം ഇതൊരു ജനകീയ പ്രശ്നമായതുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അതുപോലെ തന്നെ സാമുദായിക നേതാക്കളുടെ മുഴുവൻ പിന്തുണയും ഉണ്ടെങ്കിലേ നമുക്കിത് തടുക്കാൻ കഴിയുള്ളൂ.
സഭയിൽ ഇത് വന്ന് ചർച്ച ചെയ്താൽ ഇത് പാസ്സാകും. ഞാൻ പറയുന്നത് സഭയിൽ ഇത് വരരുത്, ഇത് പിൻവലിക്കണമെന്നാണ്. ആ പിൻവലിക്കാനുള്ള നിലപാടുണ്ടാകണമെങ്കിൽ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ഇതിനെതിരെ ശക്തമായ ജനരോക്ഷം ഉണ്ടാകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഗവൺമെന്റ് അത് പരിഗണിക്കുള്ളൂ. അല്ലെങ്കിൽ തീരെ പരിഗണിക്കില്ല, പാസ്സായി പോകും. UDF-ന്റെ ഒരു പ്രധാന നേതാവാണ് സാദിഖ് ശിഹാബ് തങ്ങൾ. അദ്ദേഹത്തോട് സ്വാഭാവികമായിട്ടും അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു താല്പര്യം താങ്കൾ സംസാരിച്ചില്ലേ? അല്ല, തീർച്ചയായിട്ടും അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടല്ലോ. UDF-മായി അസോസിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. UDF-ലെ ഭാഗമായിട്ടില്ലെങ്കിലും അസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ വിഷയം? വിഷയം ഈ 1,30,00,000 ജനങ്ങളുടെ നേർക്കുന്നതിനുള്ള വിഷയമാണ്. ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതുള്ളൂ. അല്ലാതെ മറ്റുള്ള രാഷ്ട്രീയ കാര്യത്തിൻ്റെ പ്രസക്തിയേക്കാൾ 17-ാം തീയതി സഭ ആരംഭിക്കണം. ഇനി ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ശക്തമായ ഇടപെടൽ, ഒരു ജനരോക്ഷം ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം മറന്ന് കേരളത്തിലുണ്ടാവണം. അത്ര ഉദ്ദേശമുള്ളൂ. കുഞ്ഞാലിക്കുട്ടിയുടെ സാദിഖിൽ തങ്ങളുടെ പിന്തുണ ഉണ്ടാവുമെന്നൊരു ഉറപ്പാണ് കിട്ടിയതല്ലേ? എങ്ങനെ സാദിഖിൽ തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒരു ഉറപ്പ് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവുമെന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. താങ്കൾ അങ്ങനെ പറഞ്ഞോ? അടുത്ത തവണ ജയിക്കാനല്ല, അടുത്ത തവണ പിണറായിയെ തോൽപ്പിക്കാൻ എന്നുള്ള എല്ലാ വഴികളും തേടും. ഇനി ഒരു തർക്കമില്ല. ആ വഴികളുടെ വഴിയുള്ള ഓട്ടത്തിലാണ് ഈ യാത്ര.